പൂരവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് അമിക്കസ് ക്യൂറിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കോടതി ഉണ്ടാക്കിയ മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല. കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ തികച്ചും അപ്രായോഗികമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇക്കാര്യത്തിൽ കോടതി നടത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള നിരീക്ഷണങ്ങളോടും ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുകയും ചെയ്യില്ല. മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആന ഉടമസ്ഥരും ദേവസ്വം ബോർഡുകളും അടക്കമുള്ള പൂരത്തിൻ്റെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോട് അവർക്ക് പറയാനുള്ളത് കേൾക്കാതെയാണ് കോടതിയുടെ ഇക്കാര്യത്തിലുള്ള മാർഗനിർദ്ദേശവും നിരീക്ഷണവും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജില്ലയിൽ തന്നെ തൃശ്ശൂർ പൂരം മാത്രമല്ല, ആറാട്ടുപുഴ, പെരുവനം പൂരങ്ങളൊക്കെ ഏതാണ്ട് 1400 കൊല്ലങ്ങളുടെ പഴക്കമുള്ള പൂരങ്ങളാണ്. പെരുവനത്തെ ഇടവഴി തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് 7 ആനകൾക്ക് ഒരുമിച്ച് എഴുന്നള്ളി വരാനുള്ള സൗകര്യം കൂടി കണക്കിലെടുത്താണ്. അപ്പം അത്രയും പാരമ്പര്യവും പ്രൗഢഗംഭീരവുമായിട്ടുള്ള ആഘോഷങ്ങളാണ് ഉത്സവങ്ങളായി, പ്രത്യേകിച്ച് പൂരങ്ങളായി, ആന എഴുന്നള്ളിപ്പിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു സമീപനം എടുക്കണം എന്നാണ് സർക്കാർ കരുതുന്നത്. പൂരം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും പാരമ്പര്യത്തോടും കൂടി നടത്തണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം. പക്ഷേ ഇക്കാര്യത്തിൽ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ വന്ന സാഹചര്യത്തിൽ ആ പൂരത്തിൻ്റെ സുഗമമായ നടത്തിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചട്ടഭേദഗതി മതിയാകുമോ, അതോ മറ്റേതെങ്കിലും വിധത്തിലുള്ള സൗകര്യങ്ങൾ വേണമോ എന്നതുമായി ബന്ധപ്പെട്ട നിയമവിദഗ്ധരുമായിട്ടും അതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടുമുള്ള കൂടിയാലോചന വളരെ അനിവാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാർഗനിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പൂരം മുന്നോട്ട് പോകാനാകില്ല. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് എഴുന്നള്ളിപ്പുകളെ അത് ബാധിക്കും. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വശ്യമനോഹരമായിട്ടുള്ള കുടമാറ്റം, വർണ്ണങ്ങളുടെയും താളങ്ങളുടെയും ഒക്കെ വിസ്മയം തീർക്കുന്ന ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റം പോലും ഇതിൻ്റെ ഭാഗമായി നമുക്ക് നടത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇത് കാര്യം വളരെ ഗൗരവമാണ്. സർക്കാരിൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൗഢഗംഭീരമായ പൂരം അതിൻ്റെ എല്ലാ സൗകര്യങ്ങളോടും കൂടി നടക്കണം എന്നാണ്. അത് നിലനിർത്തുന്ന കാര്യം ആലോചിക്കും. നിയമവിദഗ്ധരുമായിട്ടും മറ്റെല്ലാവരുമായിട്ടും കൂടിയാലോചന നടത്തും. മാത്രമല്ല, ഇതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിക്കണം എന്നാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോൾ വനം വകുപ്പ് മന്ത്രി നിയമസഭയുടെ ഒരു കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട യാത്രയിലാണ്. നിയമസഭയുടെ സബ്ജക്റ്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട യാത്രയിലാണ് കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രി. അദ്ദേഹം ഡിസംബർ 1-ാം തീയതിയോടുകൂടി എത്തിച്ചേരും. അദ്ദേഹം കൂടി വന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ തന്നെ നേരിട്ട് ഉന്നതതല യോഗം ചേർന്ന് പൂരവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉയർന്നിട്ടുള്ള ആളുകളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉന്നതതലത്തിലുള്ള യോഗം ചേർന്ന് അക്കാര്യങ്ങൾ പരിശോധിക്കും. ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കടക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമവിദഗ്ധരോട് കൂടിയാലോചിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ പലതരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. ചിലർ ചട്ടഭേദഗതി എന്ന് പറയുന്നുണ്ട്, ചിലപ്പോൾ നിയമനിർമ്മാണം തന്നെ വേണം എന്ന് പറയുന്നുണ്ട്. നിയമവിദഗ്ധരുമായിട്ട് ഇക്കാര്യത്തിൽ കൂടിയാലോചിക്കും. നിയമവകുപ്പും AGയും മാത്രം ഉൾപ്പെടെയുള്ള നിയമവിദഗ്ധരുമായും ഈ രംഗത്ത് നിൽക്കുന്നവരുമായിട്ടും കൂടിയാലോചിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു വകുപ്പ് ഇനി തുടർന്നു പോവുക എന്നതിനേക്കാൾ ഉപരിയായി മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചുകൊണ്ട് അക്കാര്യത്തിൽ നേതൃത്വപരമായൊരു പങ്ക് സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി നിർവഹിക്കണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആശങ്കയുണ്ടാവേണ്ട കാര്യമില്ല. പൂരം നല്ല രീതിയിൽ മുൻകാലത്ത് നടക്കുന്നത് പോലെ പ്രൗഢഗംഭീരമായി നടത്തണം എന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ സാധ്യതകൾ പൂർണ്ണമായി പരിശോധിക്കും. ഒരു വഴിയും അടയ്ക്കാതെ സാധ്യതകൾ പൂർണ്ണമായിട്ട് പരിശോധിക്കും. എല്ലാവരുടെ അഭിപ്രായങ്ങളും സ്വാഗതാർഹമാണ്. ഇതുപോലെ നിയമനിർമ്മാണം സാധ്യമാകുമോ എന്ന് പറഞ്ഞാൽ അതുപോലെ സാധ്യമാകുമോ എന്ന് പറയാൻ ഇപ്പോൾ നമുക്കൊരു ഉറപ്പില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ യോഗം വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി, വളരെ ഗൗരവമായി ഉന്നതതല യോഗമായിരിക്കും അക്കാര്യത്തിൽ തീരുമാനം. ഏതാ അല്ലല്ല, മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അങ്ങനെ ഒരു യോഗം വിളിക്കും. പിന്നെ മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, പെൻഷനുമായി ബന്ധപ്പെട്ട് ഇന്നലെ വലിയൊരു വിഷയം വന്നിട്ടുണ്ട്. അതിലെന്താണ് തുടർ നടപടി? അല്ല, സ്പാർക്കിലൂടെ നമുക്കിത് മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനെ ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ സാധാരണ നിലയിൽ ഒരു അധിക തുക കൈപ്പറ്റിയാൽ ആ തുക തെറ്റായി പറ്റിയതാണെങ്കിൽ അത് സർക്കാരിലേക്ക് തിരിച്ചടക്കുക എന്നുള്ളതാണ് വകുപ്പ്. പക്ഷേ ഇതതിൽ നിർത്താൻ പറ്റുന്നതല്ല. ഇതൊരു ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. കാരണം കേരളം ഇങ്ങനെ ഒരു പ്രതിസന്ധി അഭിസംബോധന ചെയ്യുന്നൊരു ഘട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തതെങ്കിൽ
അതുമായി ബന്ധപ്പെട്ട കർശനമായ നടപടിക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നിർദ്ദേശം കൊടുക്കും. ഇക്കാര്യത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ ഒരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. ആ നിർദ്ദേശം ഉൾപ്പെടെ ഉൾക്കൊണ്ടുകൊണ്ട് ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് എന്ന് നോക്കും. ഇനി ഇതിൽ കൂടുതൽ ആളുകൾ ഇങ്ങനെ ഇപ്പോൾ സ്പാർക്കിലൂടെ നമ്മൾ കണ്ടെത്തിയപ്പോഴാണല്ലോ ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതിൽ കൂടുതൽ ആളുകൾ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കും. ഇപ്പോൾ ആധാറും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് റീഇംബേഴ്സ്മെൻറ്റ് മാത്രമായിരിക്കില്ല, അതിനകത്ത് അങ്ങനെ ചെയ്ത ഉദ്യോഗസ്ഥന്മാർ കർശനമായിട്ടുള്ള നടപടിയെ നേരിടേണ്ടി വരും. തുടർ നടപടികൾ എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം പോയിട്ടുണ്ട്. അതനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾ പിന്നെ റിപ്പോർട്ട് ചെയ്യും. അത് ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ. മറ്റൊരൊറ്റ കാര്യം കൂടി, അതായത് നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതി കേസ് പരിഗണിക്കുകയാണ്. CBI വിഷയത്തിൽ CBI അന്വേഷണത്തിന് സർക്കാർ പ്രതികൂലമാണോ? കേസ് പരിഗണിക്കല്ലേ, ഞാനല്ല അത് പറയേണ്ടത്. കേസ് പരിഗണിക്കല്ലേ, റവന്യൂ വകുപ്പിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അതെ, ആ അർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ എല്ലാ നിലപാടുകളോടും ഒപ്പം നിൽക്കുന്നു. അവരുടെ കുടുംബത്തിൻ്റെ പ്രയാസം നമ്മൾ കാണുന്നു. അവരുടെ ഭാര്യ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഒരു അധികപ്പറ്റാണെന്ന് ഒരിക്കലും കരുതാനാകില്ല. അതെല്ലാം അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കോടതിയുടെ മുമ്പിലും അന്വേഷണത്തിന് മുമ്പിലും ഇരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ വേറൊരു CPM സംസ്ഥാന സെക്രട്ടറി CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് CBI പോരാ, CBI നിർബന്ധമില്ല. അവരവരുടെ അഭിപ്രായങ്ങൾ അവരവർ രേഖപ്പെടുത്തുന്നു. സർക്കാർ നേരത്തെ മുതൽ ADM-നോടൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണം കൃത്യമായി പോകുന്നു എന്നാണ് നിലപാട്. എന്നാലും ആ കാര്യത്തിൽ അവരുന്നയിച്ച കാര്യങ്ങളെല്ലാം പരിശോധിക്കാൻ കഴിയുന്ന വിധത്തിൽ പരിശോധിക്കും. തീർച്ചയായിട്ടും. അല്ല, ഇവിടെ പറഞ്ഞതിൽ ഒരു തെറ്റുപറ്റി. ADM-ൻ്റെ കുടുംബത്തിനോടൊപ്പമാണ് മന്ത്രി മാത്രമല്ല സർക്കാരും. ആവശ്യങ്ങൾ സ്വാഭാവികമായിട്ടും വലിയ നഷ്ടമുണ്ടായ ആളുകൾ എന്ന നിലയിൽ അവരുടെ വികാരങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ബാക്കി കോടതിയുടെ നിരീക്ഷണം. സർക്കാരിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അതിലൊരു അഭിപ്രായം സർക്കാരിൻ്റെ, ഞാനല്ല അത് പറയേണ്ടത്.